മതം എന്ന് പറയുന്നത് ഒരു ഭീകരതയാണെന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നില്ല. മതം എന്ന് പറയുന്നത് ഒരു ആശ്വാസം എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നുന്നത്. ഒരു പ്രശ്നം വരുന്ന സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാനും നമുക്കൊരു ആശ്വാസം കണ്ടെത്താനായിട്ട് നമുക്ക് മതത്തിന് ഉപയോഗിക്കാം. എന്നാൽ അതേ സമയത്തിന് അതിനൊരു തീവ്രവാദമായിട്ട് എടുത്തുകൊണ്ട് ഒരുപാട് പേരെ കൊന്നൊടുക്കാനായിട്ടുള്ള ഒരു ടൂളാക്കി മാറ്റിയാലോ? ഇന്ന് രാവിലെ ട്വിറ്റർ എടുത്ത് നോക്കുന്ന സമയത്ത് ഒരു വീഡിയോ കാണാനായിട്ട് ഇടയുണ്ടായിരുന്നു. ഇവിടെ ഒരാളിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് അയാൾ കാശ്മീരിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് വീഡിയോ എടുക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പെട്ടെന്ന് അയാൾ കുറച്ച് വെടിവെച്ചൊക്കെ കേൾക്കുന്നുണ്ട്. അയാൾ വളരെയധികം പാനിക് ആവുന്നുണ്ട്. ഈ ഒരു വീഡിയോയുടെ റിയാലിറ്റി നമുക്ക് പിന്നീടാണ് മനസ്സിലാവുന്നത്. നമ്മളെല്ലാവരും ഇന്ന് വായിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും കൂടുതൽ, ഞാൻ പറയുന്നു ഇന്നല്ല, ഞാൻ പറയുന്നു ഈ അടുത്ത് ഞാൻ കണ്ടേക്കുന്ന ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച ഒരു ഇമേജ്, പഹൽഗാം അറ്റാക്ക് എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് പറയുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് എന്താണ് സംഭവം എന്നുള്ളൊരു കാര്യം പിടികിട്ടിയിട്ടുണ്ടാവും. ആർട്ടിക്കിൾ 370 എന്ന് പറയുന്ന ഒരു കാര്യം എടുത്തു മാറ്റിയതിനു ശേഷം ഇന്ത്യക്കെതിരെ വലിയ രീതിക്കുള്ള ഒരു അറ്റാക്ക് ചെയ്യുമെന്നുള്ള രീതിക്ക് പലതരത്തിലുള്ള ഭീഷണികൾ നമുക്ക് മുൻപേ തന്നെ ഉണ്ടായിരുന്നു. നമുക്കറിയാം, ഇന്ത്യയിൽ ആദ്യമായിട്ടല്ല ഒരു അറ്റാക്ക് സംഭവിക്കുന്നത്. ഇതിനു മുൻപും ഇന്ത്യയിൽ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പലതരത്തിലുള്ള അറ്റാക്കുകൾ സംഭവിച്ചിട്ടുണ്ട്. ലഷ്കർ ഇ തൈബ പോലെയുള്ള ഓർഗനൈസേഷന്റെ ഭാഗത്തുനിന്ന് ഇന്ത്യക്ക് പലതരത്തിലുള്ള അറ്റാക്കുകളും മറ്റൊക്കെ ഉണ്ടായിട്ടുണ്ട്. പുൽവാമ അറ്റാക്ക് എന്ന് പറയുന്നതും അത്തരത്തിൽ സംഭവിച്ചേക്കുന്ന ഒരു അറ്റാക്ക് ആയിരുന്നു. നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചേക്കുന്ന നമ്മുടെ ഇന്ത്യയിലുള്ള സോൾജേഴ്സിനെ ഇല്ലാതാക്കി കളഞ്ഞ രീതിക്കുള്ള ഒരു വാർത്തയായിരുന്നു നമുക്കൊന്ന് കാണാൻ സാധിച്ചത്. പക്ഷെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാം, ഞാനും നിങ്ങളൊക്കെ കാശ്മീരിൽ നമ്മളുടെയൊക്കെ വെക്കേഷൻ ആഘോഷിക്കാനായിട്ടും ഹണിമൂൺ ആഘോഷിക്കാനൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും അല്ലെങ്കിൽ വൈഫ് കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു നിമിഷത്തിൽ നമ്മളുടെയൊക്കെ ജീവനില്ലാതാവുന്ന തരത്തിലും നമുക്കൊക്കെ വേണ്ടപ്പെട്ടവരുടെ ജീവൻ പോകുന്ന അവസ്ഥയിൽ ഒരു കാര്യം സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ആ സമയത്ത് മാനസികാവസ്ഥ എന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ടോ? ഒരു ഹിന്ദുവായിട്ട് ജനിക്കുന്നത് ഇത്ര വലിയ തെറ്റാണോ? ഞാൻ ഏതൊരു സിനിമയിൽ കണ്ടേക്കുന്ന പോലെ എനിക്ക് തോന്നിയത്, ഇവിടെ അസ്വാരി ജഡ്ഗലെ എന്ന് പറയുന്ന ഒരാള്, ഇയാളുടെ അച്ഛനൊരു പൂനെയിലുള്ള ഒരു ബിസിനസ്മാൻ ആണ്, സന്തോഷ് ജഗ്ഡലെ എന്ന് പറയുന്ന ഒരാളാണ്. ഇയാളുടെ ടെന്റിൽ നിൽക്കുന്ന സമയത്ത് ടെററിസ്റ്റുകൾ ഇയാളോട് പുറത്തേക്ക് വരാനായിട്ട് ആവശ്യപ്പെട്ടു എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അങ്ങനെ പുറത്തേക്ക് വന്നതിന് ശേഷം ഇയാളോട് ഇസ്ലാമിക് വേഴ്സ്, അതായത് മുസ്ലിംസുകൾ ചൊല്ലുന്ന അവരുടെ പ്രാർത്ഥനയുണ്ടല്ലോ, ഈ ഒരു പ്രാർത്ഥന ചെല്ലാനായിട്ട് പറഞ്ഞ് ഇയാളെ കൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് പറ്റാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇതൊരു മുസ്ലിം അല്ല, നോൺ മുസ്ലിം ആണെന്നുള്ളൊരു കാര്യം മനസ്സിലായ സമയത്ത് ഇയാൾ അപ്പം തന്നെ 3 തവണ വെടിവെച്ചു എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഒരെണ്ണം തലയിൽ, ഒരെണ്ണം ചെവിയുടെ പിന്നിൽ, പിന്നെ ഒരെണ്ണം ഇയാളുടെ ബാക്കിൽ 3 വെടിവെച്ച് അയാളെ കൊന്നു എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. പിന്നീട് അയാളുടെ തൊട്ടടുത്തുണ്ടായ അങ്കിളിനെ കൂടി വെടിവെച്ച് കുറേ തവണ വെടിവെച്ച് തുരുതുര വെടിവെച്ച് കൊന്നു എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. പേര് ചോദിച്ച സമയത്ത് ഒരു മുസ്ലിം പേരല്ല എന്നുള്ളൊരു കാര്യം മനസ്സിലായ സമയത്ത് ഒരു ഹിന്ദു പേരാന്നുള്ളൊരു കാര്യം മനസ്സിലായത് കൊണ്ട് തന്നെ അവരുടെ ഭർത്താവിനെയൊക്കെ വെടിവെച്ച് കൊന്നു എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഇവിടെ പല ഐ വിറ്റ്നസിന്റെ ഭാഗത്തുനിന്ന് പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനകത്ത് ഒരു കാര്യം ഇങ്ങനെയായിരുന്നു, പല്ലവി എന്ന് പറയുന്ന ഒരാള്, ഒരു ടൂറിസ്റ്റ്, അവരുടെ ഭർത്താവിനെ ടെററിസ്റ്റുകൾ ആക്രമിച്ച ശേഷം അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്ത ശേഷം ഇവര് കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്നാ പറയണേ. അതായത്, നിങ്ങൾ എന്റെ ഭർത്താവിനെ കൊന്നു, നിങ്ങൾ എന്നെയും കൂടി കൊല്ലുന്നുള്ളൊരു കാര്യം പറഞ്ഞു എന്നാ പറയണേ. അവരുടെ മകനും പറഞ്ഞു എന്ന് പറയുന്നുണ്ട്, ഇതുപോലെ തന്നെ എന്നെയും കൊല്ലുന്നുള്ള രീതിക്ക് പറഞ്ഞ സമയത്ത് ഈ ടെററിസ്റ്റ് കൊടുത്ത റിപ്ലൈ എങ്ങനെയായിരുന്നു, ഞാൻ നിന്നെ കൊല്ലില്ല, പോയി മോദിയോട് ചെന്ന് പറഞ്ഞേക്കുന്ന ഒരു കാര്യമാണ് പറഞ്ഞെന്ന് പറയണേ. അതായത് നരേന്ദ്രമോദിയോട്. ആർട്ടിക്കിൾ 370 എന്ന് പറയുന്ന ഒരു കാര്യം എടുത്തു മാറ്റിന്റെ പേരിലുള്ള ഒരു തിരിച്ചടി എന്നുള്ള രീതിക്ക് പലതരത്തിലുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത്, ന്യൂസുകളൊക്കെ കാണാൻ പറ്റുന്ന സമയത്തും ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം, ഈ നാട്ടിലുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് എന്ത് ആർട്ടിക്കിൾ 370, എന്ത് കാര്യങ്ങളെ കുറിച്ച് എന്തറിയാം, എന്താണ് സംഭവം എന്നുള്ളൊരു കാര്യം പോലും അറിയാത്ത ഒരുപാട് പേര് ഇവിടെ ഉണ്ട് അല്ലെ? അത്തരത്തിൽ ജീവിതം ആസ്വദിക്കാനായിട്ട് പോയിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ കൊന്നതുകൊണ്ട് എന്ത് സുഖമാണ് ഇവർക്ക് കിട്ടുന്നത് എന്നുള്ളൊരു കാര്യം എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. വേറൊരു സ്ത്രീ പറയുന്നത് ഇങ്ങനെയാണ്, ടെററിസ്റ്റുകൾ അവരുടെ പേര് ചോദിച്ചു എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. പേര് ചോദിച്ച സമയത്ത് ഒരു മുസ്ലിം പേരല്ല എന്നുള്ളൊരു കാര്യം മനസ്സിലായ സമയത്ത് ഒരു ഹിന്ദു പേരാന്നുള്ളൊരു കാര്യം മനസ്സിലായത് കൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന അവരുടെ ഭർത്താവിനെ വെടിവെച്ച് കൊന്നു എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഇവിടെ ഈ ഒരു ഇമേജാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ കാണുന്നത് ഒരു 26 വയസ്സുകാരനായിട്ടുള്ള ഒരു നേവൽ ഓഫീസറാണ്. കൊച്ചിൻ നാവികസേനയിലാണ് ജോലി ചെയ്യുന്നത്. ഇയാളുടെ ഭാര്യയായിട്ട് 6 ദിവസമായിട്ടുള്ള കല്യാണം കഴിഞ്ഞ് ഹണിമൂൺ ആസ്വദിക്കാനായിട്ട് പോയിരിക്കുന്ന സമയത്ത് വളരെ ക്രൂരമായിട്ട് കൊന്നുകളഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ, അതിന്റെ അടുത്തിരിക്കുന്ന ഭാര്യയുടെ യഥാർത്ഥ മുഖമാണ് അല്ലെങ്കിൽ ഇമേജ് ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, കല്യാണം കഴിഞ്ഞ് ഒരുപാട് സ്വപ്നങ്ങളായിട്ട് ജീവിതം ഇനി കുറച്ചും കൂടി മെച്ചപ്പെടുത്താന്നുള്ള രീതിക്ക് ഒരുപാട് അധികം സ്വപ്നങ്ങൾ കണ്ട് മുന്നോട്ടേക്ക് പോയി കാശ്മീർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഹണിമൂൺ ആസ്വദിക്കാനായിട്ട് പോയിരിക്കുന്ന ഈ ഒരു ദമ്പതികളുടെ ഒരു അവസ്ഥ എനിക്ക് തോന്നുന്നില്ല ഇത്രയും ഗതികെട്ട ഒരു അവസ്ഥ വേറൊരാൾക്ക് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നുന്നില്ല. കാരണം ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു അവസ്ഥയിലായിരുന്നു ഇത്രയും മൃഗീയമായിട്ടുള്ള രീതിക്കുള്ളൊരു അറ്റാക്ക് സംഭവിച്ചല്ലേ. ഈ ചെയ്തേക്കുന്ന ആൾക്കാർ ആരാണെന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമൊക്കെ കുറച്ച് സ്കെച്ചുകൾ വന്നായിരുന്നു, പക്ഷെ ഇപ്പൊ ഏതാണ്ട് കൺഫേം ആയിട്ടുണ്ട്. ഈ കാണുന്ന 4 പേരാന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇപ്പൊ വന്നേക്കുന്ന സൂചനകൾ കൃത്യമായിട്ട് എടുത്ത് കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇവര് ലഷ്കർ ഇ തൈബ പോലുള്ള സംഘടനകളുമായിട്ട് ബന്ധമുള്ള ആൾക്കാരാണെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. പാകിസ്ഥാനുമായിട്ട് ഇതിനകത്തുള്ള ഒരു വലിയ രീതിയിലുള്ള ബന്ധം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഗവൺമെന്റ് പാകിസ്ഥാനുമായിട്ടുള്ള ഒരു ബന്ധം പൂർണ്ണമായിട്ട് അങ്ങ് അവസാനിപ്പിച്ചു എന്നുള്ള രീതിക്കുള്ള വാർത്തകളാണ് ഇപ്പോൾ മുന്നോട്ടേക്ക് വന്നേക്കുന്നത്. ഇവിടെ ഒരു ബിസിനസ്സുകാരന്റെ ഒരു വ്ലോഗ് കാണാൻ വരുന്നുണ്ട്, ഒരു വീഡിയോ കാണാൻ വരുന്നുണ്ട്. ഇവർക്ക് ഈ ഒരു അറ്റാക്ക് സംഭവിക്കുന്നതിന് മുന്നേ, ഇവര് മരണപ്പെടുന്നതിന് മുന്നേ ഇവർ എടുത്തേക്കുന്ന ഒരു വ്ലോഗാണ്. ഭാര്യയും ഭർത്താവും കൂടി
ഓടി വന്നേക്കുന്ന സമയത്ത് അവരെടുത്തേക്കുന്ന ഒരു വ്ളോഗാണ്. അവരെന്ത് സന്തോഷമാണല്ലേ, അവർ വളരെയധികം സന്തോഷം ആസ്വദിച്ചുകൊണ്ടാണ് അവർ ആ കാശ്മീർ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവർക്ക് ആ സമയത്ത് മനസ്സിലായി കാണില്ല കുറച്ചു നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് സംഭവിക്കാൻ പോകുന്ന അറ്റാക്ക് എത്രത്തോളം ദാരുണമായിരിക്കുന്ന ഒരു കാര്യം. പ്രത്യേകിച്ചൊന്നും പറയാനായിട്ടില്ല, കാരണം നെഞ്ച് വിങ്ങാണെന്ന് മാത്രമേ ഈ സമയത്ത് പറയാനായിട്ട് തോന്നുള്ളൂ. ഞാനൊരു പാർട്ടിയോട് പ്രത്യേക ഒരു ചായ്വുള്ള ഒരാളല്ല, പക്ഷെ പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത്. ഇന്ന് BJP ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് എനിക്ക് അതിനകത്ത് ഏറ്റവും സാറ്റിസ്ഫൈങ് ആയിട്ട് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യക്ക് എപ്പോഴൊക്കെ ഒരു ആക്രമണം സംഭവിച്ചിട്ടുണ്ടോ ആ സമയത്തൊക്കെ തിരിച്ചടി കൊടുക്കാനായിട്ട് ഇന്ന് ഇന്ത്യയിൽ നല്ല രീതിക്കുള്ള ഫോഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിലും അതിന്റെ മുകളിൽ ഒരു കമാൻഡിങ് പവർ ചെയ്യാനായിട്ട് നരേന്ദ്രമോദിയെ കൊണ്ട് സാധിക്കും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. കാരണം ഇതിനു മുൻപും ഇന്ത്യയിൽ പലതരത്തിലുള്ള അറ്റാക്കുകൾ നടന്നിരിക്കുന്ന സമയത്ത്, ഇൻക്ലൂഡിങ് പുൽവാമയിൽ നടന്നിരിക്കുന്ന അറ്റാക്ക് വരെ നടന്നിരിക്കുന്ന സമയത്ത് പോലും ഇന്ത്യ തിരിച്ചടിച്ചിരിക്കുന്ന രീതിയെ കുറിച്ചൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല അല്ലെ. മൊത്തമായിട്ട് അങ്ങ് കരിച്ചു കളഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ഇപ്പൊ നിലവിൽ 2 ഭീകരരെ വധിച്ചു എന്നുള്ളൊരു കാര്യം, ഇന്ത്യ ഓൾറെഡി പണി തുടങ്ങിയിട്ടുണ്ടെന്നുള്ളൊരു കാര്യം നമുക്ക് അറിയാം. നിലവിൽ 2 പേരെ ഓൾറെഡി വധിച്ചു കഴിഞ്ഞു എന്നുള്ളൊരു കാര്യം അറിയാം. ഈ കാര്യത്തിൽ ഒരു തരത്തിലുള്ള ജാതിയോ മതമോ, അത് ഏത് ജാതി ആയിക്കോട്ടെ ഏത് മതമായിക്കോട്ടെ, പബ്ലിക്കിൽ വെച്ച് പൂർണ്ണമായിട്ടും അവരെ മറ്റുള്ളവർക്ക് കൂടി കാണുമ്പോൾ ഒരു പേടി തോന്നുന്ന തരത്തിൽ തന്നെ ഇവർക്ക് അങ്ങ് ഇല്ലാതാക്കണം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനായിട്ട് തോന്നുന്നത്. കാരണം ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ ഇല്ലാതാക്കുന്നതിനോട് ഒരു അഭിപ്രായം എനിക്കില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവന്മാർ ഭൂമിയിൽ ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ധൈര്യത്തിന്റെ പേരിലാണ് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ അവരുടെ ജീവിതം ആസ്വദിക്കാനായിട്ടും അല്ലെങ്കിൽ ചുമ്മാ ഒന്ന് വിസിറ്റ് ചെയ്യാൻ പോലും ഒരു സ്ഥലത്തേക്ക് പോവാ. ഇന്ന് കാശ്മീർ ആണെന്നുണ്ടെങ്കിൽ നാളെ എവിടെയെല്ലാം ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ സംഭവിക്കുന്ന ഒരു കാര്യം ആര് കണ്ടു? ഒരു മലയാളി ആയതിലും ഇവിടെ ജനിച്ചതിലും ദൈവത്തോട് ഒരുപാട് നന്ദി പറയാണ്. കാരണം ഞാൻ ആലോചിക്കുകയാണ്, നമ്മളൊക്കെ കാശ്മീരിലാണ് ജനിച്ചിരുന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതം അവിടെയാണെന്നുണ്ടെങ്കിൽ എന്ത് ധൈര്യത്തിന്റെ പുറത്തായിരിക്കില്ല നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അല്ലേ. നമ്മുടെ നാട്ടിൽ നമ്മൾ ടെററിസ്റ്റ് അറ്റാക്കുകളെ കുറിച്ച് കാര്യമായിട്ട് കേൾക്കുന്നില്ല, വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളില്ല. നമുക്ക് പല പല പ്രശ്നങ്ങൾ, ചെറിയ ചെറിയ രീതിക്കുള്ള പാർട്ടിപരമായിട്ടുള്ള പ്രശ്നങ്ങളും ഗവൺമെന്റ് രീതിക്കുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഒരുപാട് കുറ്റങ്ങളും കുറവുകളൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടെങ്കിലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏറ്റവും സമാധാനപരമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേരളം എന്നുള്ളൊരു കാര്യം 100% പറയാൻ പറ്റും. എന്ത് തന്നെയാണെങ്കിലും ഇന്ന് മരിച്ചേക്കുന്ന 26ഓളം പേര്, 26-27 പേരോളം മരിച്ചിട്ടുണ്ട്. 2 പേര് ക്രിട്ടിക്കലാണ്, ബാക്കി 17 പേര് ഇപ്പോൾ നിലവിൽ ഹോസ്പിറ്റലൈസ്ഡ് ആണ് എന്നുള്ള വാർത്തകൾ കേൾക്കുന്ന സമയത്ത് നാളെ ഇങ്ങനെ ഇന്ത്യയിൽ സംഭവിക്കാതിരിക്കട്ടെ, അതിനുള്ള രീതിക്കുള്ളൊരു കൃത്യമായിട്ടുള്ളൊരു നടപടിയും ഒരു കൃത്യമായിട്ടുള്ളൊരു മറുപടിയും ഇന്ത്യൻ ഗവൺമെന്റ് തിരിച്ചടിയായിട്ട് അവർക്ക് നൽകട്ടെ എന്നുള്ളൊരു കാര്യം മാത്രമേ ഈ സമയത്ത് പറയാനായിട്ടുള്ളൂ. അമേരിക്കയും റഷ്യ അടക്കം പല രാജ്യങ്ങളും ഇന്ത്യനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ സമയത്ത് നിൽക്കുന്നത്. സൗദി സന്ദർശനമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇപ്പൊ നരേന്ദ്രമോദി തിരിച്ച് നാട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. സോ ഐ തിങ്ക് ഒരു കൃത്യമായിട്ടൊരു അറ്റാക്ക്, ഒരു നെക്സ്റ്റ് ഒരു അറ്റാക്ക്, ഇനി ഇങ്ങനെ ഒരു പരിപാടി ഇല്ലാത്ത രീതിക്ക്, അതായത് ഒരു യുദ്ധം എന്ന് പറയുന്ന ഒന്നിനൊരു പരിഹാരമല്ല, പക്ഷേ ചില സമയങ്ങളിൽ തിരിച്ചടി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് അവർക്ക് മനസ്സിലാവില്ല എന്നുള്ളൊരു കാര്യമാണ് ഈ സമയങ്ങളൊക്കെ എനിക്ക് പറയാനായിട്ട് തോന്നുന്നത്. അവർക്കുള്ളൊരു തിരിച്ചടി നമ്മളുടെ ഗവൺമെന്റ് കൊടുക്കും എന്നുള്ളൊരു കാര്യം ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് പഹൽഗം എന്ന് പറയുന്ന സ്ഥലത്ത് ജീവിതം ആസ്വദിക്കാനായിട്ട് പോയ, എന്നാൽ ജീവിതം ഇല്ലാതായി പോയ ഈ എല്ലാവരോടും, ഈ 26 പേരോടും മറ്റുള്ള എല്ലാവരോടും ഈ സമയത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമാണ് ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളൊരു കാര്യം വളരെ വിഷമത്തോടുകൂടി പറയാണ്. അവരുടെ കുടുംബങ്ങൾക്ക് ദൈവം സപ്പോർട്ട് കൊടുക്കട്ടെ എന്നുള്ളൊരു കാര്യം മാത്രം ഞാൻ ഈ സമയത്ത് പറയാണ്.